MBBS വരുമ്പോൾ അത് ആകെ മാറും. നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ വാരി വലിച്ചെഴുതി ഒരു ഇമ്പ്രസ്സായി കുറേ മാർക്ക് കിട്ടും. നമ്മൾ ക്ലിനിക്സിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് മെയിൻ. ബാക്കി ഒരു 12 മണിക്കൂറിൽ ഒരു 10 മണിക്കൂറെങ്കിലും പഠിക്കാൻ നോക്കുക. പോയാണല്ലേ കറക്റ്റ് ഫുള്ള് പറയട്ടെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നമ്മുടെ കൂടെ ഉള്ളത് മിന യൂനസ്, മറ്റാരുമല്ല 2023 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഫസ്റ്റ് ഇയർ ടോപ്പറാണ്. കൂടാതെ കുഹാസ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ. എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഫോക്കസ് പോയിൻറ്റ്സ് എന്തായിരിക്കണം, അവരുടെ ഡിഫക്ട്സ് എന്തായിരിക്കും, അങ്ങനെ ഒരു ഇതിനപ്പുറം ഒരു മോർ എക്സ്പീരിയൻസ്ഡ് വൺ ഇല്ല കണ്ടെത്താൻ. അപ്പം ബാക്കി നമുക്ക് വീഡിയോയിൽ ചോദിക്കാം. ടോപ്പ് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും മിനെന്ന് ചോദിച്ചറിയാം. ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്? ജസ്റ്റ് സബ്ജക്റ്റ് വൈസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ? ഫസ്റ്റ് ഇയറിൽ വെച്ചാൽ മെയിനായിട്ട് 3 സബ്ജക്ട്സാണ്: അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അനാട്ടമി എന്ന് പറഞ്ഞാൽ പറയട്ടെ കറക്റ്റ് ഫുള്ള് പറയട്ടെ. അനാട്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയുടെ എല്ലാ സ്ട്രക്ചേഴ്സും, ഓരോ നെർവും ഓരോ മസിലും എല്ലാം നമ്മൾ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഫിസിയോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ നെർവും മസിലും എല്ലാം കൂടെ ചേർന്നിപ്പോൾ നമുക്ക് നടക്കാനാണെങ്കിൽ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണേ, നമ്മൾ എന്താ പറയുക ബോഡിയിലെ റെസ്പിറേറ്ററി സിസ്റ്റം അതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ, ഓരോ സ്ട്രക്ചേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് എങ്ങനെയാണ് ഒരു ഫങ്ഷൻ ഉണ്ടാവുന്നതെന്നാണ് ഫിസിയോളജി. ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരത്തിലുള്ള ഒരു ചെറിയൊരു കമ്പോണൻറ്റ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് അത് നമുക്ക് ആവശ്യമുള്ള എനർജി ആയിട്ട് എങ്ങനെയാണ് മാറുന്നത്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ ബോഡിയിൽ എത്തിയിട്ട് പിന്നെ അതെങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ആവണേ എന്നുള്ളൊരു കംപ്ലീറ്റ് പിക്ചറാണ് നമുക്ക് ബയോകെമിസ്ട്രിയിലൂടെ കിട്ടുക. ഇതാണ് നമ്മുടെ 3 സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ 3 സബ്ജക്റ്റിനെ പറ്റിയും ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞല്ലോ. ഇനി ഒരു MBBS വിദ്യാർത്ഥി MBBS എടുത്തു വന്നു, ഈ 3 സബ്ജക്റ്റ് എങ്ങനെ എക്സാമിന് എഴുതാം, വാട്ട് ടു റൈറ്റ്, എന്താ എഴുതാണ്ടിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് പറയുമോ? ഓരോ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പം ഇപ്പോൾ അനാട്ടമി നമുക്ക് ഫസ്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടായി തോന്നുന്ന അനാട്ടമിയാണ്. അനാട്ടമി എന്ന് പറഞ്ഞാൽ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയഗ്രാം എല്ലാം പഠിക്കുമ്പോൾ ഡയഗ്രാംസ് യൂസ് ചെയ്യുക, എഴുതുമ്പോഴും ഡയഗ്രാംസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുക. ഇതിനും ഓരോ കളർ കോഡ് ഉണ്ട്. ഇപ്പോൾ ഒരു നെർവ് വരയ്ക്കുകയാണെങ്കിൽ യെല്ലോ വെച്ചിട്ട് വരയ്ക്കുക, ആർട്ടറി വരയ്ക്കുകയാണെങ്കിൽ റെഡ് വെച്ചിട്ട്, വെയിൻ ആണെങ്കിൽ ബ്ലൂ വെച്ചിട്ട്, അങ്ങനെ അവർ പറഞ്ഞു തരുന്ന കറക്റ്റ് ഇതിൽ നമ്മളൊരു ഡയഗ്രാം വരച്ചാൽ മാർക്ക് വീഴാൻ ഭയങ്കര കൂടുതലാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പോയിന്റ് ആയിട്ട് എഴുതാം. അത് ഇതിൽ മാത്രമല്ല എല്ലാത്തിലും ആപ്ലിക്കബിളാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ വാരി വലിച്ചെഴുതി ഒരു ഇമ്പ്രസ്സായി കുറേ മാർക്ക് കിട്ടുമെന്ന്. അങ്ങനെ എന്തായാലും ഓർക്കും ടൈമില്ല, നമുക്ക് അത്രയും സമയം കിട്ടൂല. അപ്പോൾ എന്താ ചെയ്യുക, ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് സംഭവങ്ങൾ എഴുതാം. പിന്നെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര പാരഗ്രാഫായിട്ടായിരിക്കും പഠിക്കുക. പക്ഷെ നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലോ ചാർട്ടായിട്ട്, ഇപ്പോൾ ഒരു ഫംഗ്ഷനെ തന്നെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് തന്നെ എഴുതിയിട്ടാൽ അവർക്കും സുഖമാണ്, പെട്ടെന്ന് മാർക്ക് വീഴുകയും ചെയ്യും. പിന്നെ ബയോകെമിസ്ട്രി വരുമ്പം കുറച്ചും കൂടെ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉള്ളൊരു സബ്ജക്റ്റ് ആണല്ലോ. ഓരോ ടേമിനൊക്കെയാണ് അവർ മാർക്ക് തരിക. അപ്പോൾ ഒരു സൈക്കിളൊക്കെ ആണെങ്കിൽ അത് ഫസ്റ്റ് വരച്ച് വെച്ചിട്ട് മതി അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഫസ്റ്റ് വരച്ച് വെക്കുക. എന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് ആയിട്ട് തന്നെ എഴുതാം. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളിപ്പം എങ്ങനെ നല്ലോണം എക്സാം എഴുതാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു MBBS യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ, എന്തൊക്കെയാണ് ചോദിക്കുക, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മൊത്തം സ്കീം ഒന്ന് പറയുമോ? ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 3 സബ്ജക്ട്സിനും ഒന്ന് തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണാണ്. പക്ഷേ ഓരോ സബ്ജക്റ്റിനും എന്തുണ്ട്, 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 വരും, പേപ്പർ 2 വരും. ഓരോ പേപ്പറും 100 മാർക്സ് ഈച്ചാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് തിയറി തന്നെ എത്രയായി, 200 മാർക്സ് ടോട്ടൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് 20 മാർക്സിന് നമുക്ക് ഇപ്പോൾ MCQ സെഷൻസ് ഉണ്ട്, അതിപ്പോൾ ഒരു പുതിയ ചേഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 80 മാർക്സിനാണ് നമ്മൾ റൈറ്റിംഗ് ആയിട്ട് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, എസ്സേസ് ആയിരിക്കും, മെയിൻ എസ്സേസ് ആയിരിക്കും, 10 മാർക്ക് ഈച്ച് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരും, ഷോർട്ട് എസ്സേസ് വരും, 6 മാർക്സിന് 6 ക്വസ്റ്റ്യൻസ്. പിന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് 6 മാർക്സിന് 4 മാർക്കിന് എത്രയാ 6 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ഇപ്പോൾ ടോട്ടൽ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരു 14 ക്വസ്റ്റ്യൻസ് തന്നെ എന്തുണ്ടാവും, റൈറ്റ് ചെയ്യാൻ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ 20 മാർക്സ് MCQ ഇല്ലേ, അതിൽ തന്നെ അവരിപ്പോൾ 4 ടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സിംഗിൾ റെസ്പോൺസ് ആയിരിക്കും, ക്വസ്റ്റ്യന് വേണ്ടി ഒരു ആൻസർ നമ്മൾ ടിക്ക് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ ആക്ച്വലി മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ ശരിയായിട്ട് നമ്മൾ അതിൽ നിന്ന് അതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആൻസർ ടിക്ക് ചെയ്യുക. അങ്ങനെ
പിന്നെ അസേർഷൻ റീസണിങ് ടൈപ്പ് ഉണ്ട്, പിന്നെ ഒരു കേസ് ബേസ്ഡ് MCQ 5 ക്വസ്റ്റ്യൻസും അങ്ങനെയും വരാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ. പിന്നെന്താ പറയുക, നമ്മളെ തിയറി പ്രാക്ടിക്കൽ ഉണ്ട്. അതിൽ തിയറിയിൽ നമ്മൾ മിനിമം 40% ആണ്. പക്ഷേ തിയറിയിൽ നമ്മൾ 40% സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടിക്കലിന് 60% സ്കോർ ചെയ്യണം. എന്നുവെച്ചാൽ അഗ്രിഗേറ്റ് എപ്പോഴും എന്ത് വേണം, 50% വേണം പാസ്സാകാൻ വേണ്ടിയിട്ട്. ഈ 40-60 സ്ട്രിക്റ്റ് അല്ലല്ലേ, മിനിമം ബാരിയർ അല്ലേ? മിനിമം ബാരിയർ തന്നെയാണ്. അങ്ങനെയാണ്. അഗ്രിഗേറ്റ് 50 ഉണ്ടായാൽ മതി. അതാ ഫസ്റ്റ് ഇയറിൽ ഒരു നല്ല വിജയമൊക്കെ കൈവരിച്ചു. അപ്പം പിന്നെ ഫസ്റ്റ് ഇയറിൽ യൂസ് ചെയ്ത റിസോഴ്സസ് എന്തൊക്കെയാണ്? ഓരോ സബ്ജക്റ്റ് വൈസ് ബുക്സ്, വീഡിയോസ് അങ്ങനെ ഉണ്ടാവില്ലേ? അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യൂ. അപ്പം അനാട്ടമി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അനാട്ടമിയിൽ ഞാൻ യൂസ് ചെയ്തത് യോഗേഷ് സൊന്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്, ജിപ്മർ ബേസ്ഡ് ആയിട്ടാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പോയിന്റ് വൈസാണ്. ഇപ്പോൾ സെക്കൻഡ് എഡീഷനൊക്കെ ആയിട്ടുള്ളൂ ബുക്ക്. ഭയങ്കര പോയിന്റ് വൈസാണ് സംഭവങ്ങൾ. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അത് എൻ്റെ ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി വെച്ചിട്ട് എനിക്കത് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് യോഗേഷിൻ്റെ ബുക്കാണ്. പക്ഷേ വിശ്രാം സിംഗ് ഇറ്റ്സ് എ വെരി നൈസ് ബുക്ക് UGCനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് ഓരോ സംഭവങ്ങളും അത്യാവശ്യം നല്ല ഡീറ്റെയിലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ യോഗേഷ് റെഫർ ചെയ്യാം. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും വിശ്രാം സിംഗ് തന്നെ ഓപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. പക്ഷേ യോഗേഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 6 ബുക്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അതിൽ ന്യൂറോ അനാട്ടമിക്ക് എന്തുണ്ട്, നമ്മൾ ന്യൂറോ അനാട്ടമി പഠിക്കുമ്പോൾ നമ്മളോട് വേറെ ബുക്ക് മേടിക്കാൻ പറയാറുണ്ടായിരുന്നില്ലേ? പക്ഷേ യോഗേഷ് വായിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ചെറിയ ബുക്ക് അതിൻ്റെ കൂടെ ഉണ്ട്. വിശ്രാം സിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ക്ലിനിക്കൽ ന്യൂറോ അനാട്ടമി IB സിംഗിൻ്റെ സെയിം ആളുടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബുക്ക് മേടിക്കണം. ന്യൂറോ അനാട്ടമി അതിൽ തന്നെ പഠിക്കുന്നതാണ് ബെസ്റ്റ്. ഇത്രയാണ് അനാട്ടമി ബുക്സ് സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിയോളജിയിലേക്ക് വരുമ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ഗീതയായിരുന്നു ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. കാരണം അത് കുറച്ചുകൂടെ കൺസൈസ് ആണ് ഗീത. അതുകൊണ്ട് ആണ് ഞാൻ അത് ഓപ്റ്റ് ചെയ്തത്. GK പാൽ ഓൾസോ നല്ല ബുക്കാണ്. അത് നല്ല ഇതുപോലെ വിശ്രാം സിംഗ് ഒക്കെ പറയുന്ന പോലെ നല്ല വിവരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് GK പാൽ നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു കുറച്ച് പഠിക്കാനുള്ളൂ എന്നുള്ളൊരു ഫീല് വരും. കാരണം കുറച്ചും കൂടെ ഒരു സ്പേസ് ഒക്കെ ചെയ്തിട്ടാണ് ലൈൻസൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ വായിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെയാണ് ഫിസിയോളജി. പിന്നെ എന്താ പറയുക, ബയോകെമിസ്ട്രി 1 and only ബുക്കേ ഉള്ളൂ, വാസുദേവൻ ഫോളോ ചെയ്യുക. വാസുദേവൻ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടോപ്പിക്സ് അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെയിം സാധനം എക്സാമിന് എഴുതിയാൽ മാർക്ക് അവിടെ വീഴും. ബയോകെം അങ്ങനെയാണല്ലോ. അങ്ങനെ. അപ്പം ഈ ബുക്സ് മാത്രമാണോ അതോ വീഡിയോസ് പ്രിഫർ ചെയ്തിട്ടുണ്ടോ ഓരോ സബ്ജക്റ്റ് വൈസ്? ബുക്സ് മാത്രം ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ ഉപ്പ എപ്പോഴും പറയും, ലൈക്ക് മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ്. ഒരു സയൻസിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇറ്റ്സ് എൻ ആർട്ട്. ഞാൻ ഡയഗ്രാം വരച്ച് തുടങ്ങിയ തൊട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഫുൾ ആർട്ടാണ്. നമ്മൾ ഡിസെക്ഷൻ ഹോൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം ഡിസെക്ഷൻ ഹോളായിരുന്നു. വലിയ ധൈര്യമില്ലാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ അയ്യോ അതിൽ നോക്കി പഠിക്കണമല്ലോ, ടെക്സ്റ്റ് നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ പോരെ എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും വരുമല്ലോ. പക്ഷെ അല്ല, ഡിസെക്ഷൻ ഹാളിൽ കയറിയിട്ട് അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും നമ്മൾ ആ ടേബിൾ മേറ്റ്സിൻ്റെ കൂടെ ആയിട്ട് നമ്മളൊരു സംഭവം പഠിക്കുന്നത് അത് കാലാകാലം ഓർമ്മയുണ്ടാവും. നമ്മൾ കുറച്ച് പോയിന്റ്സ്, ആവശ്യമുള്ള പോയിന്റ്സ് നമ്മൾ അവിടെ നിന്ന് തന്നെ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ പിന്നെ വന്ന് ടെക്സ്റ്റ് വായിക്കുമ്പോൾ, അത് എത്ര ദിവസം കഴിഞ്ഞാലും നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആ ഒരു സംഭവം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നല്ല സുഖമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ബ്രഷപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൈനായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ പലവരും പറയും ചിലപ്പോൾ നമുക്ക് അങ്ങനെ കയറിക്കൊള്ളണം എന്നില്ല എന്നൊക്കെ. പക്ഷെ അല്ല, നമ്മൾ നല്ല ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സംസാരിച്ച് അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് രജിസ്റ്റർ ആവും. അതൊരു ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് ഏറ്റവും പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് ഡിസെക്ഷൻ ഹാൾ. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ അനാട്ടമിയിൽ എംബ്രിയോളജി തുടക്കത്തിലൊക്കെ നമുക്ക് പേടി സ്വപ്നമായോ ആ കൊച്ചതിനുള്ളിൽ കിടന്നു എങ്ങനെ നമ്മൾ ഭയങ്കര ഡൗട്ടായിരിക്കും. ഓരോ കാര്യങ്ങളും ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൊരു സോഴ്സാണ് ഡോക്ടർ റോസ് മാമിൻ്റെ ഒരു വീഡിയോ സെഷൻസ് ഉണ്ട് അനാട്ടമി എംബ്രിയോളജിയുടെ. ആൾ ഓരോ സിസ്റ്റവും കറക്റ്റായിട്ട് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമായിട്ട്. അപ്പോൾ അത് കേട്ടിട്ടുള്ള ലെക്ചർ നോട്ട്സ് പോലെ നമ്മൾ ഉണ്ടാക്കിയാൽ അത് പഠിച്ചാൽ മതി. പിന്നെ എന്താ പറയുക, ഹിസ്റ്റോളജി പ്രാക്ടിക്കൽസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, അയ്യോ ഫുൾ ടെക്സ്റ്റ് പഠിക്കണമെന്നൊക്കെ. പക്ഷേ കൂടുതൽ റെക്കോർഡ് റെഫർ ചെയ്യുക. റെക്കോർഡിൽ നമ്മൾ വരച്ച ഡയഗ്രത്തിന് ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ്, ആ പോയിന്റ്സിൻ്റെ ഒരു ചെറിയൊരു ചുറ്റുപാടുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഹിസ്റ്റോളജി തിയറിക്കായാലും പ്രാക്ടിക്കലിനായാലും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സീനിയേഴ്സ്, TTMCയിലെ സീനിയേഴ്സ് എന്താ പറയുക, നല്ല അക്കാഡമിക് ക്ലബിൻ്റെ ബേസ്ഡ് ആയിട്ട് തന്നെ നല്ല PDF ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് പഠിച്ച് തന്നെയാണ് പോയത്. കറക്റ്റ് സംഭവങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു.
അങ്ങനെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ കേട്ടോ. അത്രയൊക്കെ തന്നെയുള്ളൂ. ഫസ്റ്റ് ഇയറിലെ അറ്റൻഡൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കട്ട് ഓഫ് റേഷ്യോ എത്രയാണ്, പിന്നെ പ്രാക്ടിക്കൽസിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ ഒന്ന് പറയുമോ? അറ്റൻഡൻസ് ആണ് മെയിൻ. അറ്റൻഡൻസ് വേണം. അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ NMCയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇപ്പം അറ്റ് പ്രസൻറ്റ് എന്ത് വേണം, 80% നമുക്ക് എന്തിനു വേണം, പ്രാക്ടിക്കലിന് വേണം, 75% തിയറിയിലും വേണം. അത് പറയുമ്പോൾ ചിലപ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഈ കറക്റ്റ് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അവരെന്ത് അവർ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി തരൂല. അത് നമ്മൾ എത്ര ഇൻറ്റേർണൽസ് ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യില്ല, തരൂല, എലിജിബിലിറ്റി തരില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ്ലി സപ്ലിമെൻ്ററി എക്സാംസ് എഴുതേണ്ടി വരും. ആ ഒരു അവസ്ഥ ആരും ആഗ്രഹിക്കാത്തതാണല്ലോ. അപ്പോൾ അറ്റൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതാണ് അറ്റൻഡൻസിനെ പറ്റിയിട്ടുള്ളത്. പ്രാക്ടിക്കൽസിനെ പറ്റി? പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഇഷ്ടമായിരുന്നു പ്രാക്ടിക്കൽസൊക്കെ. അനാട്ടമി മെയിൻലി, ഹിസ്റ്റോളജി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചതൊക്കെ. ഫിസിയോളജിയുടെ രസം ഇപ്പോൾ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ക്ലിനിക്സിൽ പോകുമ്പോഴാണ്. ഒരു BP നോക്കാനൊക്കെ അന്ന് പഠിച്ചൊരു രസമായിരുന്നു. BP നോക്കുക, ECG എടുക്കുക, പിന്നെ നമ്മൾ ഓരോ സിസ്റ്റം ഫ്രം ദ റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, അബ്ഡമൻ, CNS തന്നെ ഹയർ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യാൻ പഠിക്കുകയാണ് ഹ്യൂമൻ എക്സ്പീരിയൻസിലല്ല, നമ്മൾ എന്താ പറയുക ക്ലിനിക്കൽ സൈഡ് ഓഫ് ഫിസിയോളജിയിൽ. ഹ്യൂമൻ എക്സ്പീരിയൻസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ BPയും നമ്മുടെ ECG ഒക്കെ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഹെമറ്റോളജിക്കൽ, നമ്മളെല്ലാവരും കാണുമല്ലേ മറ്റേ MBBS സ്റ്റുഡൻസ് ലൂസിങ് ദർ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട്, അത് ഫുൾ ഹെമറ്റോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് വരുന്നുണ്ട് ഫിസിയോളജിയിൽ. ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് പ്രാക്ടിക്കൽ. ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ കളിയാണ്. കാര്യമായിട്ടൊന്നല്ല, നമ്മൾ യൂറിൻ എക്സാമിനേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഓരോ കമ്പൗണ്ട്സ് ഇൻ യൂറിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യും. ആക്ച്വലി നമ്മൾ അപ്പോൾ വിചാരിക്കും ഇതൊന്നും അധികം ഇല്ലല്ലോ, ഇതൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കണേ. നമ്മൾ ക്ലിനിക്സിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് മെയിൻ, എല്ലാ ഡയഗ്നോസിസിനും മെയിനായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽസ് നമ്മൾ അത്യാവശ്യത്തിന് നോക്കി തന്നെ പഠിക്കുക. അവർ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാനുവൽസും റെക്കോർഡ്സും ഒക്കെ തന്നെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോവുക. അതിൽ തന്നെ വൈവേ ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് വൈവേ ഉണ്ടാവും. പിന്നെ തിയറിറ്റിക്കലി വൈവേ ഉണ്ടാവും. നമ്മൾ തിയറി നോളജ്, തിയറി എക്സാമിനേഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ആയിട്ട് തന്നെ വൈവേ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കൽസ് ഉണ്ടാവുക. ഫസ്റ്റ് ഇയറിൽ ഇത്രയും വലിയ വിജയമൊക്കെ കൈവരിച്ചല്ലോ, അപ്പം നീ ഫോളോ ചെയ്ത ടൈം ടേബിൾ ഒന്ന് ജസ്റ്റ് പറയുമോ? നോർമൽ ഡേയ്സ് നീ ഫോളോ ചെയ്ത ടൈം ടേബിൾ, പിന്നെ യൂണിവേഴ്സിറ്റി എടുത്ത് വരുന്നു എന്ന് കണ്ടപ്പം അതിൽ വരുത്തിയ മാറ്റങ്ങൾ? അതിൽ വരുത്തിയ മാറ്റങ്ങൾ ഭയങ്കര മാറ്റങ്ങളായിരുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനൊരിക്കലും ഒരു മോഡൽ സ്റ്റുഡൻ്റ് ആണെന്നൊന്നും ഞാൻ പറയൂല. കാരണം ഒരു നോർമൽ ഡേ, നമ്മളിപ്പോൾ ഒരു നോർമൽ ക്ലാസ്സൊക്കെ വരുന്ന നോർമൽ ഡേയ്സിൽ ഞാൻ അത്ര ടൈം അക്കാഡമിക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. എപ്പോൾ നമുക്ക് ഷോർട്ട് എക്സാംസ് വരുമല്ലോ, ഷോർട്ട് എക്സാംസ് അവർ നടത്തുന്നത്. എനിക്ക് പേഴ്സണലി ഷോർട്ട് എക്സാംസ് ഉണ്ടായതുകൊണ്ടാണ് സെഷനൽസ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് എക്സാംസ് വരുമ്പോൾ ഒരു മിനിമം ഒരു 3 days മുമ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ മോർ ദാൻ ഡേയിൽ എപ്പോൾ വരുന്നുള്ളതിനേക്കാളും ഒരു ഡേയിൽ എന്തൊക്കെ പഠിക്കാം, എക്സാമിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഷോർട്ട് എക്സാമിന് ഒരു കുഴപ്പമില്ലാത്തൊരു പോർഷനൊക്കെ കവർ ചെയ്തിട്ട് ആ എക്സാം കഴിയും. പിന്നെ അടുത്ത ഷോർട്ട് എക്സാം വരുമ്പോൾ അപ്പോഴൊരു 3-4 ദിവസം മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യും, ഇതേപോലെ ഫോളോ ചെയ്യും. അങ്ങനെ ഇത് നോർമൽ ഡേയ്സിൽ. യൂണിവേഴ്സിറ്റി വന്നപ്പോൾ മോഡൽ എക്സാംസ് കഴിഞ്ഞാൽ ഒരു ചൂടിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 24 hours ആണുള്ളൊരു ഡേ, അതിൽ ഒരു 8 hours സ്ലീപ്പ് വെച്ച് ഒരു 4 hours മിസ്സെല്ലിനിയസ് ആക്ടിവിറ്റീസ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്, ബാക്കി ഒരു 12 മണിക്കൂറിൽ ഒരു 10 മണിക്കൂറെങ്കിലും പഠിക്കാൻ നോക്കുമായിരുന്നു. അത് വെറുതെ പറയില്ല, അത്യാവശ്യം നല്ലോണം അങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാണല്ലോ. അപ്പോൾ നമുക്കൊരു സാധനം വരും, എല്ലാം കറക്റ്റായിട്ട് വരണം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു വീക്കിൽ ഒരു ഡേയിൽ എത്ര സബ്ജക്ട്സ് എങ്ങനെ കവർ ചെയ്യണം, അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അപ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അങ്ങനെ പഠിച്ചാൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അവസാനത്തേക്കൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. എക്സാമിന് തലേന്നായാലും അത്യാവശ്യം നല്ലപോലെ കുറച്ച് ഉറക്കമൊക്കെ ഒഴിച്ചും അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കാത്ത ആൾക്കാരില്ലല്ലോ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നല്ല മാറ്റമായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെഷനൽസൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും. അവരിപ്പം ഒരുപക്ഷെ മാർക്കൊക്കെ കുറഞ്ഞിട്ട് വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും.
ഇപ്പം ഫസ്റ്റ് ഇയറിൽ കയറിയ ഇനി ഫസ്റ്റ് ഇയറിൽ കയറാൻ ആഗ്രഹിക്കുന്ന നീറ്റ് എക്സ്പീരിയൻസിനും എല്ലാം കൂടി വന്ന ഒരു ചെറിയൊരു അഡ്വൈസ് പറയുമോ? പേഴ്സണലി ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നീറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ടിക്ക് ചെയ്യലാണല്ലോ, ഓരോ ഉത്തരം അതിനുള്ള ഒബ്ജക്റ്റീവ് വൈസ് തിങ്ക് ചെയ്യലാണല്ലോ. MBBS വരുമ്പോൾ അത് ആകെ മാറും, വല്ലാണ്ട് മാറും, നമ്മൾ എഴുതി പൊലിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും നല്ലപോലെ ഒന്നാമത് നമുക്കൊരു നമ്മൾ പറയും ഇനേഴ്ഷ്യ ഉണ്ടാവും, അവിടെ എഴുതി അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ആ ഒരു കൈവഴക്കം വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ അതിലെന്ത് ചെയ്യുക, അതിൽ നമ്മൾ ആ ഇനേഴ്ഷ്യയിൽ ഇരിക്കാണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇതുവരെ പഠിച്ച പോലുള്ള ഒരു കോഴ്സിലല്ല, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. വേ ഓഫ് സ്റ്റഡിയിങ്, വേ ഓഫ് എന്താ പറയുക റൈറ്റിംഗ് എക്സാംസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ നമുക്കൊരു സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ഈ എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ പുതിയതായതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിലാരും തളരാണ്ടിരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇത് മാത്രമല്ല സീനിയേഴ്സിൻ്റെ അഡ്വൈസൊക്കെ എടുക്കുക, കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകണം നമ്മൾ എന്തൊക്കെ പഠിക്കണം, നമ്മൾ ഹൈ yielding പോയിന്റ്സ് എന്തൊക്കെയാണ് അത് പഠിക്കുക, അതിൽ നിന്ന് എന്താ പറയുക നല്ലപോലെ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ നോക്കുക, ആരും തളരാണ്ടൊക്കെ നിൽക്കുക. എല്ലാവരും 1-2 എക്സാംസൊക്കെ പോയിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എന്താ പറയുക, നമ്മളിത് മനസ്സിലാക്കുക, നമ്മൾ ഈ സത്യാവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ആർക്കായാലും സുഖമായിട്ട് കിട്ടാവുന്ന കോഴ്സ് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുമോ? അല്ല ബെസ്റ്റ്.